ഹായ്, ഇതാണ് പാടവള്ളി. ഈ ചെടിയെ പാടത്താളി, പാടവള്ളി, പാടക്കിഴങ്ങ് ഈ പേരുകളിലും പല പ്രദേശങ്ങളിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സൈക്ലിയ പെൽറ്റാറ്റ എന്നാണ്. ആയുർവേദ രീതിയിൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. നേത്രരോഗങ്ങൾ, വ്രണങ്ങൾ, വൃക്കരോഗങ്ങൾ, ഗർഭപാത്ര പ്രശ്നങ്ങൾ, വിഷാംശം അങ്ങനെ എല്ലാറ്റിനും ഇത് ഉപയോഗിക്കുന്നു. കൂടാതെ ഇതിൻ്റെ വേര്, ഇല എന്നിവയെല്ലാം ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. കൂടാതെ ഇതിൻ്റെ ഇല കോശ സംരക്ഷണത്തിനും പൂർവികർ ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. അത്ര പെട്ടെന്ന് ഇത് ശ്രദ്ധിക്കപ്പെടില്ല. മരങ്ങളിൽ കയറി പിടിച്ചാണ് ഇത് വളരുന്നത്. ഇതിൻ്റെ ചുവട്ടിലാണ് കിഴങ്ങ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ കിഴങ്ങും നല്ല ഒരു ഔഷധമാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ പാടവള്ളിക്ക് പാടത്താളി എന്നു കൂടെ പേരുണ്ട്. കാരണം ഇതിൻ്റെ ഇലയും ചെമ്പരത്തിയുടെ ഇലയുടെ താളി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നുകൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയെന്ന് നോക്കാം. ചെമ്പരത്തിയുടെ ഇല അരച്ചു കഴിഞ്ഞാൽ അത് വഴുവഴുപ്പുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇലയും, നല്ല വഴുവഴുപ്പാണ് അരച്ചു കഴിഞ്ഞാൽ. അപ്പം നമുക്കിത് എങ്ങനെ താളിയായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ഇലകൾ പറിച്ചെടുത്തിട്ട് നല്ല വൃത്തിയിൽ കഴുകണം കേട്ടോ. കാരണം ഒന്നല്ലെങ്കിൽ ചിലന്തികളൊക്കെയും കൂടുകെട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുഴുക്കൾ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് വൃത്തിയിൽ കഴുകിയിടണം, അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ സാധ്യത ഉള്ളതിനാൽ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ ഇത് വഴുവഴുപ്പുള്ളൊരു ജെല്ല് രൂപത്തിൽ മാറിയിട്ടുണ്ടാവും. എന്നിട്ട് അത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കുക. കുട്ടികൾ ഇത് ഉപയോഗിക്കേണ്ട കേട്ടോ, കാരണം നല്ല തണുപ്പുള്ള ഒന്നാണ്. ചെമ്പരത്തിയുടെ ഇലയേക്കാൾ തണുപ്പുള്ള ഒന്നാണ് കേട്ടോ ഈ പാടത്താളി. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഉപയോഗിക്കേണ്ട കുട്ടികൾ. പിന്നെ ഈ പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. പ്രത്യേക ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തണുപ്പൊക്കെ ഇറങ്ങും. അത് കാരണം കൊണ്ട് തന്നെ നീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട. ഇനി ഉപയോഗിക്കുകയാണെങ്കിലും ഒരു 4-5 മിനിറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കത് കളയാം. ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്കിത് ഉപയോഗിക്കാം. എന്നിട്ട് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് അത് കഴുകിക്കളയാം കേട്ടോ. കാരണം ഇതല്ലെങ്കിൽ ഇതിങ്ങനെ വഴുവഴുപ്പായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നന്നായി കഴുകിക്കളയണം. മുടി കൊഴിച്ചൽ, അകാലനീര, മുടി പൊട്ടിപ്പോകൽ, താരൻ, കഷണ്ടി ഇവയ്ക്കെല്ലാം ഇത് നല്ലൊരു താളിയാണ് കേട്ടോ. ഇതിൻ്റെ ഇല ഉണ്ടല്ലോ ഹൃദയാകൃതിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഈ വള്ളി ഒരു വെള്ള പോലെ ഇങ്ങനെ കുത്തുന്ന ഒരു തരം ആര് പോലെ ഉണ്ടായിരിക്കും. നമ്മുടെ മത്തവള്ളിയിലൊക്കെ ഉണ്ടാവില്ലേ, ഒരു കുത്തുന്ന ഒരു ടൈപ്പ് വെള്ള, അതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.